ആരാണ് ആദ്യം ധാരണ ഉണ്ടാക്കിയത്? ഈ ധാരണ ഉണ്ടാക്കിയത് നമ്മളെങ്ങനെ ഉണ്ടാക്കിയത്? അതായത് ഇങ്ങനെ ഉണ്ടോന്ന് അറിയുമായിരുന്നു. ഇവര് നമ്മുടെ വന്ന് കൂടുകയത്, നമ്മുടെ ഒപ്പം കൂടുകയത്. കൂടി കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൂടി കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൽ പ്രകാരം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഞങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ പാലായിലെ പൊതുവികാരം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരുടെ പൊതുവികാരം എവിടെയാ? ഇവർക്കെതിരെയാണ്. അതുപോലെ ഈ പാലായിൽ നിങ്ങൾക്കറിയാലോ, ഈ പാലായിൽ എവിടെയാണ് ഒരു വികസനം ഉണ്ടായത്? ഒരു കല്ലിക്കൊത്ത ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കല്ലിക്കൊത്ത്, അതായത് ദിയ ബിനു പുളിക്കേണ്ടതിന്റെ പേരെഴുതിയ ഒരു പ്രോജക്ട് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. നിങ്ങൾ മരണത്തിലുണ്ടായിരുന്നല്ലോ അന്നേരം. ഞങ്ങൾ പ്രവർത്തനം ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ കാര്യങ്ങൾ രതീഷ്, എന്തായാലും അവർ പറയുന്നത് സാധാരണമായ പ്രതിസന്ധി, അതായത് പാലയിൽ UDFന്റെ ഭരണം വീഴുന്നു എന്നതാണ് സാഹചര്യം. 14 അംഗങ്ങളുടെ പിന്തുണയിൽ പാലയിലെ പാലാ നഗരസഭ ഭരിച്ചിരുന്ന UDFന്റെ ഭരണസമിതി വീഴുന്നു. നഗരസഭ ചെയർമാനായിരുന്ന ദിയ പുളിക്കക്കണ്ടവും അടക്കമുള്ള സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയാണ് കോൺഗ്രസ് കൗൺസിലർമാരടക്കം നിലപാടെടുത്തത്. ഇതോടുകൂടിയാണ് ഇന്ന് ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാവുന്നത്. 12 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസത്തിൽ കോൺഗ്രസിൻ്റെ 4 കൗൺസിലർമാരുടെ പിന്തുണയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ വിമതയുടെ അടക്കമുള്ള പിന്തുണയും ലഭിച്ചു. അങ്ങനെയാണ് അവിശ്വാസം പാസ്സായി പുറത്തു പോകുന്ന സാഹചര്യം. നഗരസഭയുടെ ഗുണത്തിന് വേണ്ടി സഹകരിക്കാൻ അവരുമായിട്ട് ചേർന്ന് സഹകരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ 5-6 പേരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, ഉറപ്പായിട്ടും തയ്യാറാണ്. അപ്പൊ ഇനി ഭരണസ്തംഭനം ഉണ്ടാവില്ല. ഭരണസ്തംഭനം ഉണ്ടാകില്ല, അതാണ് എന്റെ പ്രാർത്ഥന. അത് ഫലത്തിലൊരു കേരള കോൺഗ്രസ് കോൺഗ്രസ് സഹകരണമായി വ്യാഖ്യാനിക്കപ്പെടില്ലേ? വ്യാഖ്യാനിക്കാൻ പറ്റിയല്ലോ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു നീതിക്ക് വേണ്ടി പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടി നിന്നോരുമായിട്ട് സഹകരിക്കുന്നതിന് പ്രശ്നമായിരിക്കുന്നു. ഇതാണിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവിടെ പാർലമെന്ററി പാർട്ടി ലീഡറുടെ പ്രതികരണം. ഇത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതല്ല. കോൺഗ്രസുമായി ഇനി സഹകരിച്ചായിരിക്കും പാലാ നഗരസഭയിൽ മുന്നോട്ട് പോക്ക്. കോൺഗ്രസിൻ്റെ നിലവിലുള്ള ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചാൽ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ നഗരസഭയിലുള്ള കേരള കോൺഗ്രസ് നിലപാടെടുത്തത്. എന്താ നമ്മുടെ ഇതിവിടെ കൊണ്ട് എത്തിക്കാൻ കാരണമാകും. ഇപ്പെന്ന് പറയുന്നത്, ഇപ്പിൻ്റെ നിയമങ്ങൾ ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോഴേ എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, ഇപ്പം എത്തിച്ചു എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഇപ്പം കണ്ടിട്ടില്ല. രാത്രി 10 മണിക്ക് ശേഷം മറ്റോ വീടുകളിൽ ഒട്ടിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്ക് ഏത് രീതിയിൽ സഹായകരമായ രീതിയിലാണത് ആസൂത്രണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വിപ്പ് കൊടുത്തേനെ. അയോഗ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നൽകിയ DCC പ്രസിഡന്റ് പറയുന്നത്. അല്ല, ഞാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചതായി കണ്ടിട്ടില്ല. കാരണം ഒന്ന്, ഞങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ല. രാത്രി 10 മണിക്ക് ശേഷം പൊട്ടിച്ചിരുന്നു എന്ന് മാധ്യമപ്രവർത്തകരിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴത്തെ ഒരു മഴയുള്ള സാഹചര്യത്തിൽ രാത്രി 10 മണിക്ക് ശേഷം, പ്രത്യേകിച്ചും ഈ നഗരസഭയുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു ഇതുപോലെ അവിശ്വാസ പ്രമേയം നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. വൈകുന്നേരം ഞങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഒരു പാലാട് സംസ്കാരത്തിന് ചേരുന്ന രീതിയിൽ വഴിയിലൊരു പ്രശ്നം ഉണ്ടാകണ്ട, അത് ആ രീതി മാറി നിൽക്കുക ചെയ്തേ. ഒരു രാത്രി 10 മണിക്ക് ശേഷം ഇത് ഒട്ടിച്ചു എന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളുടെ പാർട്ടിയോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഭാവി കാര്യങ്ങൾ ഈ ചോദ്യം പ്രസക്തമാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നതൊന്നും നമ്മൾ പദ്ധതി ഇട്ടിട്ടൊന്നും അല്ല. ഇനിയുള്ള കാര്യവും നമ്മൾ ആരും പദ്ധതി ഇടണ്ട, അത് അമ്പരം തീരുമാനിച്ചോളും. ഈ വിഷയത്തിൽ സത്യത്തിനൊപ്പമാണ് ഞാൻ നിന്നത്. സത്യവും നീതി ഏതാണോ അതോടൊപ്പമുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും. കോൺഗ്രസ് കൗൺസിലർ ചെയർപേഴ്സണായിട്ട് വരാൻ സാഹചര്യമൊക്കെ ഉണ്ട്. ആർക്കും വരാം, തീർച്ചയായിട്ടും. എന്നറിയോ, ഇതിനകത്ത് സംഭവിക്കാവുന്ന നല്ല പാലായുടെ നാടിന്റെ അഭിമാനമുള്ള നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനത്തിന് വേണ്ടി പാലാക്കാരും എല്ലാവരും കാത്തിരിക്കുക. നല്ല തീരുമാനം ഉണ്ടാകും. അതിന് ഈ പാലാ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ലോക്കൽ ബോഡി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലപ്പം ഇതിനകത്ത് വലിയ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയത്തിനപ്പുറം നല്ല തീരുമാനങ്ങളുണ്ടായി പാലായിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും ഇല്ലാതെ നല്ല തീരുമാനങ്ങളുണ്ടാവും.
അവർക്ക് തരാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഈ അവിശ്വാസം പറയുമ്പോൾ നല്ല തീരുമാനമൊക്കെ കേരള കോൺഗ്രസ് ഒക്കെ UDF-ന്റെ ഭാഗമായിരുന്നല്ലോ. ഈ പാലായെ സംബന്ധിച്ച് ഇപ്പൊ UDF എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ പാലയിലെ സാഹചര്യമാണ്. പാലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ നഗരസഭാ ചെയർപേഴ്സൺ എന്ന ഖ്യാതിയുമായി ഭരണത്തിലേറിയ ഭരണസമിതിയാണിപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ദിയ ബിനു പുളിക്കക്കണ്ടം അവർക്ക് ഭരണം നഷ്ടമാവുന്നു എന്നതാണ് സാഹചര്യം. ചുരുക്കത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയുമായി ഇടതുമുന്നണിയോ UDF-ഓ ഇനി സഹകരണത്തിനില്ല എന്ന രീതിയിലേക്കാണ് സാഹചര്യം പോകുന്നത്. മറിച്ച് അവിടെ ഭരണമുണ്ടാവുക കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ മുന്നോട്ട് വരുമ്പോൾ കൗൺസിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി വന്നാൽ അതിനെ കേരള കോൺഗ്രസും പിന്തുണയ്ക്കുന്നു എന്ന സാഹചര്യമാണ് വരുന്നത്. ഫലത്തിൽ പാലാ നഗരസഭയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസും സഹകരണം ആ ധാരണയാണ് രൂപപ്പെടുന്നത്. അതിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ ബന്ധമില്ല. ഒരു പ്രത്യേക സാഹചര്യം പാലയിൽ ഭരണ പ്രതിസന്ധി ഒഴിവാക്കാൻ എന്നതാണ് കേരള കോൺഗ്രസിന്റെ വിശദീകരണം. ഇതുണ്ടാക്കാൻ പോകുന്ന ഭാവി ചർച്ചകൾ വലിയ തരത്തിലുള്ള സാധ്യതകളും തുടർ ചർച്ചകൾക്കും ഇടവയ്ക്കുന്നതാണ്. അതായത് കേരള കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാടിനൊപ്പം CPM-ന്റെ 2 അംഗങ്ങൾ അതേ നിലപാട് എടുക്കുമോ എന്ന ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം കൂടി പാലയിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇനി നടക്കാൻ പോകുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം CPM നിലപാടെടുക്കാതിരുന്നാൽ കേരള കോൺഗ്രസ് മറ്റൊരു നിലപാടാണ്. അങ്ങനെയെങ്കിൽ പാലയിലെ ഇടതുമുന്നണിക്കകത്തും ഭിന്നത രൂപപ്പെടുന്ന സാഹചര്യം കൂടി ഇതുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. പാലയിൽ ഭരണമാറ്റമുണ്ടാവുകയാണ്. UDF-ന്റെ ഭരണസമിതി ആയിരിക്കില്ല ഇനി. കേരള കോൺഗ്രസിൻ്റെ സഹകരണത്തോടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പുതിയ സംവിധാനം പാലയിൽ രൂപപ്പെടാനാണ് സാധ്യത. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, സാഹചര്യങ്ങൾ. കോൺഗ്രസിൻ്റെ 4 കൗൺസിലർമാരും കോൺഗ്രസിൻ്റെ വിമത അംഗവും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് സാഹചര്യമുണ്ടായത്. അതായത് 12 അംഗങ്ങളുള്ള ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് 5 അംഗങ്ങളുടെ കൂടി പ്രതിപക്ഷത്തു നിന്നുള്ള പിന്തുണ, ഭരണപക്ഷത്തു നിന്നുള്ള പിന്തുണ കൂടി ലഭിച്ചു എന്നതാണ് സാഹചര്യം. ഇതോടുകൂടി 17 അംഗങ്ങളുടെ പിന്തുണ അവിശ്വാസത്തിന് ഉണ്ടാവുന്നു എന്നതാണ് പാലാ നഗരസഭയിൽ ഇന്ന് കണ്ടത്. ഇതോടുകൂടിയാണ് അവിശ്വാസം പാസ്സായി നിലവിലെ ചെയർപേഴ്സണ് രാജിവെക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇനി വീണ്ടും പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. വനിതാ അംഗത്തിനാണ് അവിടെ, വനിതാ പ്രാതിനിധ്യമാണ് അവിടെ ഇത്തവണ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നിലവിലുള്ള ഏതെങ്കിലും ഒരു വനിതാ അംഗത്തെ സ്ഥാനാർത്ഥിയായി, ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാലയുടെ ഭരണത്തിലേക്ക് ഒരു കോൺഗ്രസിൻ്റെ അംഗം തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ് സംഭവിച്ചത്. 4 അംഗങ്ങളും ഒപ്പം തന്നെ വിമത അംഗമായ മായ രാഹുലും ഒപ്പം ചേരുന്നു. ഇതോടുകൂടി 17 അംഗങ്ങളുടെ പിന്തുണയിൽ അവിശ്വാസം പാസ്സാകുന്നു എന്ന സാഹചര്യമാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ബന്ധമില്ലെന്ന് പറയുമ്പോഴും ആ സാധ്യത ഇല്ലാതാവുന്നില്ലല്ലോ. കോൺഗ്രസ് കേരള കോൺഗ്രസ് ധാരണ ആദ്യം രൂപപ്പെടുന്നത് പാലയിൽ നിന്ന് തന്നെയല്ലേ? സജിത്ത്, തീർച്ചയായും പാലയിൽ കോൺഗ്രസ് ഭരണം വരാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാം. കോൺഗ്രസിലെ ഒരു അംഗം തന്നെ പാലാ നഗരസഭ ഭരിക്കും. അത് കേരള കോൺഗ്രസ് പിന്തുണയ്ക്കും. ഈ 2 പ്രതികരണങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ടോണി തൈപ്പറമ്പൻ, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നഗരസഭാ കക്ഷി നേതാവ് വ്യക്തമാക്കിയത് പാലായിൽ കോൺഗ്രസ് തന്നെ ഭരിക്കും.